ആദ്യ സിനിമയിൽ തന്നെ നായകനായിട്ട് അഭിനയിക്കുക, ആ സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി മാറുക വളരെ അപൂർവ നടന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ഒരു നടനാണ് നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ അഥവാ കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ ബാലതാരമായിട്ട് ഒരു സിനിമയിൽ പണ്ട് ഫാസിലിൻ്റെ തന്നെ ധന്യ എന്ന സിനിമയിൽ അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്താണ് അനിയത്തിപ്രാവ് എന്ന സിനിമ ഫാസിൽ പ്ലാൻ ചെയ്യുന്നതും അതിലേക്ക് കുടുംബ സുഹൃത്തായ കുഞ്ചാക്കോ ബോബനെ വിളിക്കുന്നതും. കുഞ്ചാക്കോന് അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഒരുപാട് നടന്മാരെ ഫാസിൽ നോക്കി അവസാനമാണ് കുഞ്ചാക്കോ ബോബനെ തന്നെ അഭിനയിപ്പിക്കുന്നത്. ആ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്തും കുഞ്ചാക്കോവിന് തുടർന്നും സിനിമ തന്നെ കരിയറാക്കി എടുക്കാമെന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. കുഞ്ചാക്കോ ബോബൻ തന്നെ പല അഭിമുഖങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമ മാർച്ച് മാസം 1997 മാർച്ച് മാസം റിലീസായി. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു സിനിമ ഏത് ലെവലിൽ എത്തി, അല്ലെങ്കിൽ എത്തരത്തിൽ വിജയമായി മാറി എന്നുള്ളതൊക്കെ നമുക്ക് പലവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറി. ശരിക്കൊരു ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെയായിരുന്നു അന്ന് മാഗസീൻസും എല്ലാത്തിലെയും കവർ പേജൊക്കെ ഒന്ന് കുഞ്ചാക്കോ ബോബൻ തന്നെയായിരുന്നു. മമ്മൂട്ടിക്ക് മോഹൻലാലിനും ശേഷം അന്ന് മറ്റു നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഞ്ചാക്കോ ബോബൻ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് അന്ന് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനു മുമ്പോ അതിനു ശേഷമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയും ഇല്ല എന്ന് തന്നെ. കാരണം അതിനു മുമ്പ് ശങ്കർ എന്നൊരു നടൻ ഒരു തലയിലാകും എന്നൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. അതവിടെ ഭയങ്കര ഹിറ്റായിട്ടാണ് മലയാളത്തിൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ വരുന്നത്. മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന ഒരു ഒറ്റ സിനിമയോട് തന്നെ ശങ്കറും വലിയൊരു സ്റ്റാറായി. പക്ഷേ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ അപ്പുറത്ത് മോഹൻലാലും വില്ലനായിട്ട് വന്ന മോഹൻലാലിനും ഒരു പ്രാധാന്യം ലഭിച്ചിരുന്നു. ശങ്കർ ഭയങ്കര സ്റ്റാറായി. തുടർന്ന് ശങ്കറിന് ഒരുപാട് സിനിമകൾ ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഒരു 20ഓളം സിനിമയിൽ ശങ്കർ എന്ന് കരാറായി. പിന്നെ കുറേ സിനിമകൾ ചെയ്തു. പക്ഷേ ശങ്കറിന് അധികം വർഷമൊന്നും, ഒരു 5 വർഷമോ ഒരു 7 വർഷത്തോ, ഏകദേശം ഒരു 86, 87 വരെയൊക്കെ ശങ്കറിൻ്റെ ഒരു ഹീറോ ആയിട്ട് നിലനിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി. പിന്നെ തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം ഒരു ക്യാരക്ടർ റോളുകളിലൂടെയൊക്കെയാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ ആദ്യ സിനിമ റിലീസായ ശേഷം 97 മാർച്ചിൽ ഇറങ്ങി. അത് സൂപ്പർ ഹിറ്റായിട്ടും ഉടനെ വേറെ പടമൊന്നും കുഞ്ചാക്കോ ബോബൻ കമ്മിറ്റ് ചെയ്തില്ല. പിന്നീട് കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത് 98 ഫെബ്രുവരി മാസം, നക്ഷത്ര താരാട്ട് എന്ന ഒരു സിനിമയാണ്. അതുവരെ വേറെ ഒരു സിനിമയും കുഞ്ചാക്കോവിന് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് കുഞ്ചാക്കോവൻ മനഃപൂർവ്വം എടുത്തതായിരിക്കാം, നല്ല സബ്ജക്റ്റ് നോക്കിയതായിരിക്കാം. പിന്നെ ഇതിനോടൊപ്പം പറയേണ്ടത് അന്ന് കേട്ട കുറേ ഗോസിപ്പുകളാണ്. ഞാനൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് സ്കൂളിലും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വായനാശാലയിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞിരുന്ന പല കഥകളുണ്ട്. ഒന്ന്, കുഞ്ചാക്കോവിന് അഭിനയം നിർത്തി, ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോവുകയാണ്, ഇനി അഭിനയിക്കുന്നില്ല. പിന്നെ ഒരു ചേട്ടൻ അന്ന് പറഞ്ഞിരുന്നത് കുഞ്ചാക്കോവിനും ശാലിനിയും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. മറ്റൊരു ചേട്ടൻ പറഞ്ഞു കുഞ്ചാക്കോവിൻ ഇപ്പോൾ പരീക്ഷ എഴുതുകയാണ്, ബികോം ഫൈനൽ ഇയറാണ്, ഇനി അതൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നിട്ടേ ഇനി വേറെ സിനിമ ചെയ്യുള്ളൂ. പിന്നെ അനിയത്തിപ്രാവിൽ എനിക്ക് തോന്നുന്നു അതിൽ MBA പഠിക്കണം. അപ്പോൾ കുഞ്ചാക്കോവിൻ ഇനി MBA പഠിക്കാൻ പോവുകയാണ്, സിനിമയ്ക്കകത്തുള്ളൊരു സുഹൃത്ത് പറഞ്ഞു. ഇങ്ങനെ പല നുണകൾ, ഗോസിപ്പുകൾ പറഞ്ഞ് അന്നത്തെ പല ചേട്ടന്മാർ എന്നെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങളെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്തായാലും അതിനുശേഷം നമുക്കറിയാം കുഞ്ചാക്കോൻ സ്റ്റാറായി മാറി. പിന്നെ കുറേ പരാജയങ്ങളും വിജയങ്ങളൊക്കെ ലഭിച്ചു. അതിനധികം ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നു. ഇന്നും സജീവമായിട്ട് നിലനിൽക്കുന്നു. കുഞ്ചാക്കോവിന് ശേഷം വന്നൊരു തലമുറ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പൃഥ്വിരാജ്, ജയസൂര്യ, പിന്നെ ആ കാലഘട്ടത്തിൽ ഇന്ദ്രജിത്ത്, നരേൻ, പിന്നീട് ആസിഫ് അലി, നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, ടോവിനോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിൽ പല നടന്മാരും ആദ്യത്തെ ഒരു സിനിമയോ 2 സിനിമ കൊണ്ട് തന്നെ പ്രിയപ്പെട്ട നടന്മാരായി മാറി. നന്ദനം എന്നൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പൃഥ്വിരാജിന് വേറെ സിനിമകൾ കിട്ടി. ജയസൂര്യ നായകനായ ഊമപ്പെണ്ണ്, നരേൻ എന്ന നടൻ അന്ന് ഫോർ ദ പീപ്പിൾ, അച്ഛൻ്റെ അമ്മ, ഇത് കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ്, ആദ്യത്തെ ഒരു 3-4 സിനിമകൾ കൊണ്ട് തന്നെ ഇവരൊക്കെ പ്രിയപ്പെട്ട നടന്മാരായി മാറിയിട്ടുണ്ട്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ സൃഷ്ടിച്ച ഒരു റെക്കോർഡ്, അല്ലെങ്കിൽ ആ ഒരു ഓളം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ കൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക, ഒരു റൊമാൻറ്റിക് ഹീറോ ആയി മാറുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പോ അതിന് ശേഷമോ മറ്റൊരു നടനില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തായാലും അന്നത്തെ കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ ഒരു സ്റ്റാർഡം ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കാണ് അതൊക്കെ കണ്ട് വളർന്നവർ. എനിക്ക് തോന്നുന്നില്ല കുഞ്ചാക്കോനെ പോലെ മറ്റൊരു നടൻ അതുപോലെ ഒരു ഇൻഡസ്ട്രി കുലുക്കിയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് കുഞ്ചാക്കോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അനിയത്തിപ്രാവ് വന്ന തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു അന്നത്തെ നിങ്ങളുടെ ഒരു റെസ്പോൺസ്? നിങ്ങൾ കുഞ്ചാക്കോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് നിങ്ങളുടെ ഒരു തോന്നലുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യുക.